പുലർച്ചെ 4:30 മണിയായപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഡ്യൂട്ടിക്ക് പോവാട്ടോ. 10 മിനിറ്റിന്റെ ഉള്ളിൽ മാത്രം ബസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പിന്റെ അടുത്തേക്ക് എത്തും കേട്ടോ. മാർക്കറ്റിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് കച്ചവടക്കാരെ കൊണ്ടുള്ള തിരക്കാണ്. ശരിക്കും ഉത്സവപ്പറമ്പ് പോയ ഒരു പ്രതീതിയാണ്. എന്റെ ഇവിടങ്ങളിൽ കാണുന്നത് ഇവിടെയുള്ള ഒരു ബംഗ്ലാദേശി തൊഴിലാളിയാണ്. വീഡിയോയിൽ ഇന്നെ കാണിക്കരുതെന്ന് മൂപ്പര് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണിക്കൂല. ബംഗാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്നുള്ള അറിയോ നിങ്ങള്? സ്വന്തം സ്ഥാപനത്തിലേക്ക് പണിക്ക് കൊണ്ടുവരിക പെങ്ങന്മാരെ മക്കളെയൊക്കെ ആവും. ഇവരൊരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും കച്ചവടം തുടങ്ങും. അതാണ് ബംഗാളികൾ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇന്ത്യ തൊപ്പിയും കണ്ണടയും പാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ ഇവിടെ സ്വന്തമായിട്ട് എന്തോ ബിസിനസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് ചോദിക്കലുണ്ട്. സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുള്ള ആൾക്കാർ ഇവരെയൊക്കെ ഒന്ന് സഹായിക്കും. ഒരു ഇലേന്റെ തണല് പോലും മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ട് അസഹനീയായ ചൂടാണ്. കാണുന്നതാണ് മാർക്കറ്റിൽ ഓടുന്ന റിക്ഷ. ചൈനയിൽ നിന്ന് വരുന്നത്. റിക്ഷ ഓടിക്കുന്ന ആൾക്കാർ മുഴുവൻ ഒരു ചൈനീസ് കമ്പനീന്റെ വിസയിലുള്ള ആൾക്കാരാട്ടോ. റിക്ഷയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ ഇവര് തന്നെ ലോഡ് ചെയ്യും വേണം, അതുപോലെ തന്നെ ഇവര് തന്നെ അൺലോഡ് ചെയ്യും വേണം. ഒരു ട്രിപ്പിന് 20 ദിറംസ് 15 ദിറംസ് ഒക്കെയാണ് ഇവിടെ ചാർജ്. റിക്ഷ ഓടിക്കുമ്പോൾ ഹെൽമെറ്റും യൂണിഫോമും നിർബന്ധമാട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഫൈനാണ്. ഡെലിവറി പോകുന്ന ആൾക്കാരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പുറത്ത് കാണിക്കാൻ പറ്റൂല. തീക്കാറ്റടിക്കും പോലെയുള്ള. ഇനി ഒരു 2 മാസം കൂടെ ഉണ്ടാവും ഇതുപോലെ കത്തുന്ന. മാർക്കറ്റിൽ ഓടുന്ന റിക്ഷകൾ എന്തെങ്കിലും നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കാൻ വേണ്ടി വരുന്ന വാഹനമാണ്. ഇതിൽ വരുന്ന ഉദ്യോഗസ്ഥനാണ് റിക്ഷ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ ഇടാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുത്തത് പറയാൻ. ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം ആക്കാം.